അടുത്ത 2021 SLC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്. A, B, C, D എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. കോൺ ACP, കോൺ ADP, കോൺ ADP, ADP ഇവ കണ്ടുപിടിക്കണം. നമുക്ക് ഓരോന്ന് തുടങ്ങിയാലോ. തന്നിരിക്കുന്നത് കേന്ദ്രകോൺ തന്നിട്ടുണ്ട്. എത്രയാണത്? 80 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ചാപത്തിലെ കോണാണ് AEB, കോൺ ACB. അതേ ചാപത്തിലുള്ള മറ്റൊരു കോണാണ് കോൺ ADB. രണ്ടിന്റെയും വളവ് എത്ര വരും? 40 ഡിഗ്രി എന്നായിരിക്കും വരിക. ഓക്കെ, ഈ കോൺ എത്ര കിട്ടി? 40 ഡിഗ്രി. ഈ കോൺ എത്ര കിട്ടി? 40 ഡിഗ്രി. ഇനി ADP എന്ന് പറയുന്ന കോൺ കണ്ടെടുക്കണം. ADP എന്ന് പറയുന്ന കോൺ ഇതാണ്. ഈ കോണും കൂട്ടിമുട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ ഈ കോണും ചേർന്നാൽ 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ കോൺ ADP എന്ന് പറഞ്ഞാൽ 180 മൈനസ് 40, അതായത് 40 ഡിഗ്രി എന്ന് കിട്ടി. ഇവിടുത്തെ കോൺ എത്ര കിട്ടി? 140 ഡിഗ്രി. സെയിം വേ ഈ കോണും 140 ഡിഗ്രി ആവും. ഓക്കെ, നിൽക്കട്ടെ. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ഇത് കുറച്ച് ഈസി ക്വസ്റ്റ്യൻ ആണ്. കണ്ടുപിടിക്കേണ്ടത് കോൺ ADP, CQD ഇവിടെയുള്ള ഈ കോണും കോൺ പിയും കൂട്ടിയാൽ എത്ര കിട്ടും? അതിനു വേണ്ടിയിട്ട് എളുപ്പ വഴി CQDP എന്ന് പറയുന്നത് ഒരു ചതുർഭുജമാണല്ലോ. ചതുർഭുജമാണ്. ചതുർഭുജത്തിലെ 4 കോണുകൾ കൂട്ടിയാൽ 360 ഡിഗ്രിയാണ് കിട്ടുക. നമ്മൾ കുറച്ചു മുമ്പേ കണ്ടുപിടിച്ചു ഈ കോൺ എന്ന് പറയുന്നത് 140 ഡിഗ്രിയാണ്. ഈ കോണും 140 ഡിഗ്രിയാണ്. 140 പ്ലസ് 140 280 ഡിഗ്രി കവർ ചെയ്തു. നമുക്ക് മൊത്തം വേണ്ടത് എത്രയാണ്? 360. സോ ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് 360 നിന്ന് 280 കുറച്ചു. എത്ര കിട്ടി? 80 ഡിഗ്രി എന്ന് കിട്ടി. ആൻസർ 80 ഡിഗ്രി. ആദ്യത്തെ ആൻസർ 40 ഡിഗ്രി, 40 ഡിഗ്രി, 140 ഡിഗ്രി. സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി നമ്മൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കണം. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് വരയ്ക്കാൻ ഉള്ള പ്രധാനപ്പെട്ട ചിത്രങ്ങൾ. പരിവൃത്ത ആരം 3 സെന്റിമീറ്റർ ആവും. 2 കോണുകൾ 50 ഡിഗ്രി 60 ഡിഗ്രി ആയി ത്രികോണം വരയ്ക്കുക. അതുപോലെ ഈ കൊടുത്തിരിക്കുന്ന ഓരോ ചിത്രവും വരച്ച് കാണിച്ചു തരേണ്ടതാണ്. ഓക്കെ,